ഇനി നമുക്ക് ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള പോംപോം കീ ചെയിൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ ഞാനിത് ക്രോഷ്യ ചെയ്യാൻ വേണ്ടി വാങ്ങിയ 2 യാൺസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ഫോർക്ക് എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ യാണിനൊന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഫോർക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കൈവിരലായാലും മതി, 2 വിരല് ഒരുമിച്ച് വെച്ചിട്ട് അതിന് മുകളിൽ ചുറ്റിയെടുത്താലും മതി. എന്നിട്ട് നന്നായി ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ആ ഒരു യാണ് വെട്ടിക്കളയണ്ട കേട്ടോ. ഇനി നമുക്ക് ഒരു കത്രിക വെച്ചിട്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഓരോരോ യാണും നമുക്ക് ഇതുപോലെ വെട്ടിയെടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. ഇതാണ് നമ്മുടെ പോംപോം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 5 പോംപോം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള യാണില്ലേ അത് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ 5 പോംപോംസും നമ്മളിവിടെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് കൂടെ ഒരു കുട്ടി യാണ് ഇട്ടിട്ട് നമുക്കതൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമ്മളുടെ ഫോർക്കിന്റെ ബാക്ക് വശം കൊണ്ട് 2 കുഞ്ഞു പോംപോംസ് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മുടെ ആ ഒരു ഫ്ലവറിനകത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. 2 ഭാഗത്തും ഒട്ടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു കീ ചെയിൻ റിങ് കൂടി വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പോംപോം കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാലും ഒരു ലൈക്കും കമന്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ബൈ.